ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് കരുതി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കർത്താവിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. സമയങ്ങൾ ഓടി പോകുന്നുണ്ട്, കാലങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കൃപയും ദയയും അതൊരിക്കലും നമ്മളെ വിട്ടുമാറിയിട്ടില്ല. ദിവസങ്ങൾ മാറിപ്പോകുന്നത് പോലെ കർത്താവ് ഓരോ ദിവസങ്ങൾ മാറിപ്പോകുമ്പോഴും അവൻ അനന്യനായി എന്നും നിലനിൽക്കുന്നവനായി നമ്മളോട് കൂടെയുണ്ട്. ദിവസങ്ങൾ നമ്മളെ വിട്ടുപോയി, പക്ഷെ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുപോയിട്ടില്ല. കർത്താവിൻ്റെ ആ കൃപയോർത്ത്, ആ സ്നേഹമോർത്ത് എത്ര പേർ കർത്താവിനെ സ്തുതിക്കാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈവ് ചാറ്റിലൊക്കെ ഈ സമയത്ത് പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും സ്തുതിക്കുന്നതിൻ്റെയും ആരാധിക്കുന്നതിൻ്റെയും ഒക്കെ ഇമോജീസ് ഒക്കെ ഈ സമയത്ത് ഇടാൻ തുടങ്ങിയാലും ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ മഹത്വം ഞങ്ങൾ കാണുകയാണ്. താങ്ക് യു ജീസസ്. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്ത ഒരു വെൽവിഷർ എറണാകുളത്ത് നിന്ന് കീ സ്പോൺസറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഇത് സ്പോൺസർ ചെയ്യാൻ കാരണങ്ങളുണ്ട്. വെൽവിഷന് 2024 PhD കംപ്ലീറ്റ് ആക്കുവാനും ഭർത്താവിന് പുതിയ ജോലി തുടങ്ങാൻ സാധിച്ചതിനുമുള്ള നന്ദി സൂചകമായിട്ടാണ്. കർത്താവ് നീ ചെയ്ത ഈ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒപ്പം മകൻ ജോയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം പാസ്സാകുവാൻ കൃപ നൽകണമേ. മകൾ ഹാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നാനമേൽക്കുവാൻ, കർത്താവുമായിട്ട് ചേർന്ന് തൻ്റെ ജീവിത യാത്ര തുടങ്ങുവാൻ അങ്ങയുടെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന 31-ാം തീയതി അതിശക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 10 മണിക്ക്, രാത്രി 10 മണിക്ക് നടക്കുന്ന മീറ്റിംഗിലേക്ക്, പുതുവത്സര ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തും ഇതുപോലെ 1-ാം തീയതി വൈകിട്ടാണ് സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്നത്. അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് ഫ്രൈഡേ സർവീസ് ഉണ്ട്. ആ റിവൈവൽ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം ഹൗ ടു വർഷിപ്പ് ഗോഡ് പേഴ്സണലി, എങ്ങനെയാണ് വ്യക്തിപരമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ശക്തമായ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. വെൽക്കം ബാക്ക്. ഹൗ ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ വിശ്വാസത്തോടെ നാം ദൈവത്തെ ആരാധിക്കുന്നു. ചുമ്മാ വിശ്വാസത്തോടെ അല്ല, അനുഭവിച്ചുകൊണ്ട്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തെ, കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ട്, ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കും. അവനെ അനുഭവിച്ചുകൊണ്ട് ആരാധിക്കാൻ സാധിക്കും. എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ട് താല്പര്യമുണ്ട്, ശരിക്കുള്ളൊരു ആരാധനയിലേക്ക് എനിക്ക് പ്രവേശിക്കണേ. പ്രെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഒത്തിരി പേരുടെ ലൈഫിലും ആരാധനയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ ആരാധനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ബിക്കോസ് വർഷിപ്പ് ഈസ് ദ conduit through which the glory of God is descending down to this earth from the heavenly realms. നമ്മൾ മറക്കരുത്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസവും പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കാൻ, സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാധിക്കുന്നില്ലെങ്കിൽ മെയിൻ പർപ്പസ് തന്നെ ലോസ്റ്റാണ്, പർപ്പസ്ലെസ് ലൈഫായിട്ട് മാറും. നമ്മൾ ഈ ഭൂമിയിൽ എന്നാ ചെയ്തു കൂട്ടിയാൽ ദൈവത്തെ ആരാധിക്കുന്നില്ല, സ്രഷ്ടാവിനെ ആരാധിക്കുന്നില്ലെങ്കിൽ, ജീവശ്വാസം തന്ന ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ പോയി.
വീണ്ടെടുത്തവരാണെങ്കിൽ വീണ്ടെടുത്തവനെ സാധാരണ സകല പക്ഷികൾ വരെ ദൈവത്തെ ആരാധിക്കുന്നു, മൃഗങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ആസ്ട്രോനോട്ട്സും അതുപോലെ ബഹിരാകാശത്തൊക്കെ പോയി റിസർച്ച് ചെയ്തിട്ടുള്ളവർ പറയുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങൾ, എല്ലാ നക്ഷത്രങ്ങളും പ്രത്യേകമായൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ജീവികളും, ഈവൻ വൃക്ഷങ്ങൾ എല്ലാം പ്രത്യേകമായ ചില സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കത് ഓഡിബിളല്ലായിരിക്കാം, പക്ഷെ അത് ക്യാച്ച് ചെയ്തിട്ട് അവർ പറയുന്നത് എല്ലാത്തിൽ നിന്നൊരു പ്രത്യേകമായൊരു സൗണ്ട്, മ്യൂസിക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ സൃഷ്ടിക്കപ്പെട്ട സകല സൃഷ്ടിചരാചരങ്ങളും സ്രഷ്ടാവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ സൃഷ്ടിക്കപ്പെട്ട ജീവികളല്ലാത്തത് എന്ന് വെച്ചാൽ അചേതന വസ്തുക്കൾ, ലൈഫില്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ, പാറകളോ നക്ഷത്രങ്ങളോ മിൽക്കി വേസ്, ക്ഷീരപഥം, അങ്ങനെയൊക്കെ പറയുന്ന സകലതും, അവരെല്ലാം അത് ആ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം അതിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേക മ്യൂസിക് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. അത് പലതും തരംഗങ്ങളെ പിടിച്ചെടുത്ത് അതിനെ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അത് പ്ലേ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളാണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായൊരു വിൽ ഉള്ളതുകൊണ്ട് ആ വിൽ പവറിൽ തീരുമാനിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. സറാഫുകൾ അത് ചെയ്യുന്നു, കെറൂബുകൾ അത് ചെയ്യുന്നു, ദൂതന്മാർ അത് ചെയ്യുന്നു. പക്ഷേ നാം വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് അവരെക്കാളെല്ലാം അധികമായിട്ട് വീണിട്ട് എഴുന്നേറ്റത് കൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടവരാണ്. പിന്നീട് നമ്മൾ ആരാധനയുടെ ശൈലി യേശു ഒന്ന് മാറ്റിയ കാര്യം പറഞ്ഞു. എന്താണ് ആരാധന എന്നതിൻ്റെ വിശദീകരണത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതും ഒരു ജീവിത ശൈലിയാക്കിയതിനെ മാറ്റുന്നതും പറഞ്ഞു. പിന്നെ സത്യത്തിൽ ആത്മാവിലും എന്ന് പറയുമ്പോൾ ആത്മാവിലുള്ള ആരാധന എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടു. ദൈവാത്മാവാണ്, നമ്മൾ ആത്മാവാണ്. വീണ്ടും ജനിക്കുമ്പോൾ രണ്ടാത്മാവും ചേർന്ന് ഒന്നായി ജീവിക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ആരാധന, സത്യത്തിലെ ആരാധന എന്ന് പറയുന്നത് ഉള്ളിൽ സത്യം മനസ്സിലാക്കി വെളിപ്പാട് സ്വീകരിച്ച് അതിൽ നിന്നും വരുന്ന ആ വെളിപ്പാടിൽ നിന്ന് വരുന്ന ദൈവത്തെ അറിഞ്ഞുള്ള ആരാധന. ഇനി ആരാധനയുടെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. എന്താണ് ആരാധനയുടെ പ്രാധാന്യം എന്നുള്ളത്? ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും എല്ലാം കൂടി എടുത്താലും ആരാധനയ്ക്ക് തുല്യം വയ്ക്കാനാവില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആരാധന. അതുകൊണ്ട് പിശാച് ശ്രമിക്കുന്നത് ദൈവമക്കളിൽ നിന്നും ദൈവിക ശുശ്രൂഷകളിൽ നിന്നും എല്ലാം ഈ ആരാധന എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് മതങ്ങൾ ചെയ്യുന്നത് പോലെ ചുമ്മാ കുറേ പാട്ട് പാടുന്നതിൽ പുള്ളിക്ക് വിരോധമൊന്നുമില്ല. നമ്മൾ 1000 പാട്ട് പാടിയാലും പുള്ളിക്ക് ഹേമൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ, സത്യത്തിൽ നിന്ന് ആരാധിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് പിന്നെ ഇരിക്കാൻ പറ്റില്ല. ആ സ്ഥലങ്ങളിലൊന്നും കുടികൊള്ളാൻ സാധ്യമല്ല. പിശാച് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആരാധനയെ തടുക്കാൻ ശ്രമിക്കും. മൂടുകളെയുക, പ്രശ്നങ്ങളുണ്ടാക്കുക, തമ്മിൽ ഛിദ്രം ഉണ്ടാക്കുക, ഡിവിഷൻസ് ഉണ്ടാക്കുക. ഇതെല്ലാം കൊണ്ട് പാട്ട് നിലച്ചു പോകും. സംഗീതോപകരണങ്ങളൊക്കെ എവിടെയെങ്കിലും തൂക്കിയിടും, അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടു എന്ന് പറയുന്ന പോലെ അവസാനം വിലാപമായിട്ടത് മാറും. അതുകൊണ്ട് ആരാധനയെ പിശാച് സ്റ്റോപ്പ് ചെയ്യാൻ, താഴിട്ട് പൂട്ടാൻ സമ്മതിക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി കഴിഞ്ഞ ദിവസങ്ങളിലെ മോർണിംഗ് ഗ്ലോറി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റിലെ ആപ്പിലോ ഒക്കെ കാണുക, അല്ലെങ്കിൽ ബ്ലോഗ്സ് ഉണ്ട്, ഇതെല്ലാം കണ്ട് ദയവായി അത് പഴയതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. നോട്ട്സ് എഴുതുന്നത് നല്ലതാണ്. അതിലുപരി ജീവിതത്തിൽ അതാക്കിയെടുക്കുന്ന നല്ലതാണ്. ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രായോഗിക വശങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രാക്ടിക്കൽ വേസ് ടു വർഷിപ്പ് ഗാഡ്. ദൈവത്തെ ആരാധിക്കാനുള്ള പ്രാക്ടിക്കൽ സൈഡുകൾ പറഞ്ഞോട്ടെ. നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് ഹിന്ദിയിലുണ്ട്, 3 ഭാഷകളിലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. We can sing songs, psalms, hymns from songbooks, etc. etc. പൊതുവെ എല്ലാവരും ആരാധന എന്ന് പറഞ്ഞ പാട്ട് ആദ്യം മനസ്സിൽ വരുന്ന പാട്ടാണ്. തെറ്റല്ല, അത് ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് പാട്ടുകൾ പാടി, സങ്കീർത്തനങ്ങൾ പാടി, പാട്ടുപുസ്തകങ്ങളിലുള്ള ഗീതങ്ങൾ എടുത്ത് പാടി ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
തെറ്റല്ല അത് ആരാധന അത് മാത്രമാണ് ആരാധന എന്ന് ചിന്തിക്കരുത്. എഫെസ്യ ലേഖനം 5:19 അത് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അപ്പോൾ പല പല വെറൈറ്റി ഉണ്ട്. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ. സ്തുതികൾ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി വരുന്നത് പ്രൈസസ് ആണ്. കർത്താവിനെ സ്തുതിച്ചുള്ള പാട്ടുകൾ. സങ്കീർത്തനങ്ങൾ, അതിൽ കീർത്തനങ്ങളാണല്ലോ മെയിനായിട്ട് വരുന്നത്. ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, അവനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേ പല പ്രാവശ്യം സോങ് ബുക്സ് പ്രിൻ്റ്, ഇപ്പോഴും സോങ് ബുക്ക് ഉണ്ട്, നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ അവൈലബിൾ ആണ്. വലിയ പുസ്തകങ്ങൾ വരെ, ചെറുത് തുടങ്ങി വലിയ പുസ്തകങ്ങൾ, വളരെ ചെറിയ പുസ്തകങ്ങൾ തുടങ്ങി വലിയ ഗ്രന്ഥങ്ങൾ വരെ, അതായത് 3, 4, 5 ഭാഷകളിലുള്ള പാട്ടുകളുള്ള കളക്ഷൻസൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിൽ അവർ ചെയ്തൊരു പരിപാടി, അവരുടെ വിവിധ ഒക്കേഷനുകളിൽ, ഉദാഹരണത്തിന് ഫറവോൻ്റെ കയ്യിൽ നിന്ന് ചെങ്കടലിൽ നിന്നൊക്കെ വിടുവിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു പാട്ട് എഴുതി. ദൈവം ചെയ്ത പല കാര്യങ്ങളും കണ്ട് അവർ പാട്ടുകൾ എഴുതി. ദാവീദ് കുറേ പാട്ടുകൾ എഴുതി, ആസാഫ്, ഇങ്ങനെ ഒത്തിരി പേര് പാട്ടുകൾ എഴുതി. ഈ പാട്ടുകളെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ബൈബിളിൻ്റെ നടുക്ക് ഒരു പാട്ട് പുസ്തകം, അതിൻ്റെ പേരാണ് സങ്കീർത്തനങ്ങൾ. 150 പാട്ടുകൾ അതിനകത്തുണ്ട്. ഇത് ഇസ്രായേലരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മൊത്തത്തിൽ എത്ര നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് അവർക്കുള്ളതിൽ എഴുതപ്പെട്ട പരിശുദ്ധാത്മ നിറവിൽ, അനുഭവങ്ങളിൽ, ഒക്കേഷൻസ് വെച്ച് പല അവസരങ്ങളിലേക്ക് എഴുതപ്പെട്ട, അന്ന് അവരുടെ ദേവാലയങ്ങളിൽ, സിനഗോഗുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളുടെ കളക്ഷനാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ 66 പുസ്തകങ്ങളിൽ ഒരെണ്ണം ഒരു പാട്ടുപുസ്തകമാണ്. അപ്പോൾ പാട്ട് പാടുന്ന ഒരിക്കലും തെറ്റല്ല. പാട്ട് പാടണം, പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കണം, ഉണ്ടാക്കി പാടണം, നോ പ്രോബ്ലം. സ്പോണ്ടേനിയസ് ആയിട്ട് ചിലതൊക്കെ പാട്ടുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയും പാടാം, നോ പ്രോബ്ലം. അപ്പോൾ അതാണ് ഒരു പ്രാക്ടിക്കലി ദൈവത്തെ ആരാധിക്കാൻ. വി ക്യാൻ സിങ് സോങ്സ്, സാംസ് ആൻഡ് ഹിംസ് ഫ്രം സോങ് ബുക്സ്. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്നാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പാടാം. Number 2, we can sing in spiritual tongues and worship God. 1 Corinthians 14:15 അത് പറയുന്നുണ്ട്, ആത്മീയ ഭാഷകളിൽ, ആത്മാവിൻ്റെ ഭാഷകളിൽ പാടി ദൈവത്തെ ആരാധിക്കും. 1 Corinthians 14:15 ഞാൻ ആത്മാവ് കൊണ്ട് പാടും, മനസ്സുകൊണ്ടും പാടും എന്ന് പറയുന്നുണ്ട്. ബുദ്ധി കൊണ്ടും പാടും. അഥവാ ആത്മാവ് കൊണ്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിൽ പാടാനും കഴിയും. അങ്ങനെ പാടുമ്പോൾ അതിനെയാണ് സ്പിരിച്വൽ ടങ്സിലുള്ള പാട്ടെന്ന് പറയുന്നത്. അതാണ് 1 Corinthians 14:15 പറയുന്നത്. ദാറ്റ് ഈസ് പോസിബിൾ. ഇരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരും, ഇരിക്കുന്ന എല്ലാവരും ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, വിരോധങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, അവർക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന ആത്മീയഗീതങ്ങൾ പാടുന്നതിൽ തെറ്റൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യുന്ന അന്തരീക്ഷം അനുസരിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്ന ലീഡ് ചെയ്യുന്ന രീതി അനുസരിച്ച് ആത്മാവിൽ പാടാം. ബ്ലെസ്സിങ് ടുഡേയിൽ നടന്നിട്ടുള്ള പല മീറ്റിങ്ങുകളിലും ജനം ചില സമയത്ത് പെട്ടെന്നൊരു അന്തരീക്ഷത്തിൽ സകലരും ചേർന്ന് അവരവർക്ക് നാവിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആത്മാവിൻ്റെ ഭാഷകളിൽ, അത് മലയാളം അല്ല ഇംഗ്ലീഷിലുള്ള ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പാടാറുണ്ട്. അങ്ങനെ പാടുമ്പോൾ ആത്മമണ്ഡലത്തിൽ, തലത്തിൽ ഒത്തിരി ചലനങ്ങൾ നടക്കും. നമ്മൾ പോലും അറിയാത്ത പലതും നടക്കും. അങ്ങനെ പാടുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് പൈശാചികമായ ശക്തി കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും പല സ്ഥലങ്ങളിൽ നിന്നും പൈശാചിക ശക്തികൾ റിട്രീവ് ചെയ്ത് പോവുകയും ഭയങ്കരമായ ഒരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ആത്മാവിൻ്റെ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. അതിനകത്ത് സന്തോഷം, സമാധാനം, ഭയങ്കരമായ വിടുതലുകൾ, ചിലപ്പോൾ ഹീലിങ്സ്, പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു. ഇതെല്ലാം നടക്കാം. മറ്റൊന്നാണ്
We can make melodies in our heart to the Lord and worship. Ephesians 5:19. അവിടെ കാണുന്ന ആരാധനയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് സ്തുതിഗീതങ്ങൾ പാടുവാൻ കഴിയും. അതാണ് മേക്കിംഗ് മെലഡീസ് ഇൻ യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. ഹൃദയത്തിൽ മെലഡികൾ ഉണ്ടാക്കാൻ കഴിയും. സാധാരണ മെലഡികൾ ഉണ്ടാക്കാൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പല മെലഡികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഹൃദയത്തിനകത്ത് തന്നെ കർത്താവ് മ്യൂസിക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് മെലഡീസ് ഉണ്ടാക്കി പാടാൻ സാധിക്കും. അതും കൂട്ടായ്മയായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ചെയ്യാം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായോഗിക വശങ്ങളാണ്. എങ്ങനെയെല്ലാം ദൈവത്തെ പ്രായോഗികമായി ആരാധിക്കാം. ഇങ്ങനെയുള്ള പല മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, വി ക്യാൻ ഷൗട്ട് പ്രൈസസ് ടു ഗോഡ് ഇൻ എ ലൗഡ് വോയിസ്. അത്യുച്ചത്തിൽ ആർപ്പോടുകൂടെ ദൈവത്തെ സ്തുതിക്കാം. സാം 71:23. സങ്കീർത്തനങ്ങൾ 71:23 നമ്മളത് കാണുന്നത്. നമുക്ക് ദൈവത്തെ അത്യുച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ആർപ്പിടാം. ഓ മൈ ഗോഡ്, നമ്മുടെ എത്ര സഭകളിൽ ആർപ്പിടുന്നുണ്ട്. ഇതൊരു മെത്തേഡാണ്, വർഷിപ്പ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ചില സഭകൾ ശാന്തമാണ്. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. ഒരു ടെമ്പറമെൻ്റ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദ ഹെവൻ ഈസ് വെരി വെരി ലൗഡ്. അതെങ്ങനെ ബ്രദറിന് മനസ്സിലായി? ബ്രദർ അവിടെ പോയിട്ടുണ്ടോ? അയ്യോ, കുഞ്ഞ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൻ്റെ രംഗങ്ങൾ വിവരിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ അത്യുച്ചത്തിൽ ആർപ്പിടുന്നതും തകർത്ത ഇടിനാദം പോലെ, എന്ന് വെച്ചാൽ ഭയങ്കരമായ തണ്ടറസ് വോയിസിൽ അവർ ഹല്ലേലൂയ പറയുന്നതും നിരന്തരമായ ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുന്നതും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദകോലാഹലങ്ങളും എല്ലാം സ്വർഗത്തിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചില റിഹേഴ്സലും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നത് നല്ലത്. ഇപ്പോഴേ ഒന്ന് റെഡിയായി പോകുന്നത് നല്ലതാണ്. പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അവർ ചെയ്യുന്നത് അവിടുത്തെ ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ, കൾച്ചറൊക്കെ ഇവിടെ വെച്ച് പഠിക്കും. അതേ രീതിയിലുള്ള ഡ്രസ്സൊക്കെ മേടിക്കും, എന്നിട്ടാണല്ലോ പോകുന്നത്. ബഹിരാകാശത്തേക്ക് പോകുന്നവർ അനേക സമയം ഭൂമിയിൽ തന്നെ ബഹിരാകാശത്തെ അന്തരീക്ഷം ഒരു പ്രത്യേക സ്ഥലത്തോ റൂമിലോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ജീവിച്ച് പരിചയിച്ച ശേഷമാണ് പി സുനിത വില്യംസ് പോലെയുള്ള പലരും ബഹിരാകാശത്തേക്ക് പോകുന്നത്. കോസ്മോനട്ടുകളും ആസ്ട്രോനട്ടുകളും ഒക്കെ പോകുന്നത് റിഹേഴ്സലിന് ട്രെയിനിങ്ങിനും എല്ലാം ശേഷമാണ്. അവരവരെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ് അതിനു വേണ്ടി. പോയി ജീവിക്കാനുള്ള ആ സ്പേസ് സ്റ്റേഷനിലെ എൻവയൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴേ ജീവിക്കുക. ഇതുപോലെ നമ്മളും അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് ഉച്ചത്തിൽ ആളുകൾ സ്തുതിക്കുന്ന സമയത്ത്, ഞാൻ ചില സമയത്ത് ആരാധന യോഗങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ചിലർ ഭയങ്കര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ ഈ അങ്ങനെ അല്ലാത്ത ശാന്ത സ്വഭാവക്കാരിങ്ങനെ ഒന്നും പരിചയിച്ചിട്ടില്ലാത്തവരും പുതുതായിട്ട് വരുന്നവരിങ്ങനെ നോക്കും, പേടിച്ചാണ് നോക്കുന്നത്. എന്താ നടക്കുന്നത്? വല്ല വട്ട് പിടിച്ചതാണോ? ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് വർഷങ്ങൾക്ക് 10-40 വർഷങ്ങൾക്കും ആദ്യം ഒരു കൊച്ചു കൂട്ടായ്മയിൽ ഞാൻ പോകുമ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് വലിയ ഈ സൈഡ് ഡ്രം ഉണ്ടല്ലോ, ബാൻഡ് മേളത്തിലൊക്കെയുള്ള സൈഡ് ഡ്രം, അതുപോലത്തെ അതിലൊക്കെ അടിച്ചാണ് പാടുന്നത്. പിന്നെ കിലുക്കുന്ന സാധനങ്ങൾ, ടാമ്പറിൻ, ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാനതുപോലൊരു ആരാധനയ്ക്ക് പോയപ്പോൾ എനിക്ക് ഉള്ളിൽ വന്നത് ഏതോ കാട്ടാളന്മാരുടെ ഇടയിൽ എന്തോ ഞാൻ പെട്ടുപോകും. ഇതൊക്കെ അടിച്ച് അപ്പോൾ കാട്ടാളന്മാർക്കൊക്കെ ഇങ്ങനെ ഒരു തരം ഒരു ചെണ്ട പോലത്തെ സാധനത്തിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പോൾ പുതിയ ആളുകൾക്ക് അത് തോന്നിയാലും ആക്ച്വലി വി നീഡ് ടു പ്രാക്ടീസ് ourselves, train ourselves to go there. അവിടെ ഭയങ്കര ഒച്ചപ്പാടാണ് സ്വർഗത്തിൽ. അവിടെ ചെന്ന് കുത്തിയിരുന്ന് ഉറങ്ങാനൊന്നും ആരും വിചാരിക്കേണ്ട. അവിടെ പകൽ ജീവനോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന രംഗമാണുള്ളത്. അടുത്ത് കേൾക്കണോ? വി ക്യാൻ വർഷിപ്പ് ഗോഡ് ഇൻ സൈലൻസ് ആൻഡ് ഇൻ ഡീപ്പ് മെഡിറ്റേഷൻ. അത് ഒരു വശമാണ്. ഈ മറുവശം വളരെ ശാന്തമായി മിണ്ടാതിരുന്ന് ഡീപ്പ് മെഡിറ്റേഷനിൽ ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് സാധിക്കും. അതായത് നമുക്ക് നിശബ്ദമായും ആഴമായി ധ്യാനിച്ചും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. യേശയ്യാവിൻ്റെ പുസ്തകം 30:15 പറഞ്ഞിരിക്കുന്നൊരു ഭാഗം, ദിസ് ഇസ് വാട്ട്
The sovereign Lord, the Holy One of Israel says, in repentance and in rest is your salvation. In quietness and trust is your strength. But you would have none of it. ആ ഭാഗം മലയാളത്തിലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പറയുന്നതനുസരിച്ച് അനുദപിക്കുന്നതിലും മനസ്താപപ്പെടുന്നതിലും വിശ്രമിക്കുന്നതിലൊക്കെയാണ് നിന്റെ രക്ഷയിരിക്കുന്നത്. ഇൻ ക്വയറ്റ്നസ് ആൻഡ് ട്രസ്റ്റ്, വളരെ ശാന്തതയിലും നിശ്ചലതയിലും, ആൻഡ് ട്രസ്റ്റ് ഈസ് യുവർ സ്ട്രെങ്ത്, വിശ്വസിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നിന്റെ ബലം. അപ്പം ആരാധനയ്ക്ക് പല വശങ്ങളാണുള്ളത്. ലൗഡ് വർഷിപ്പ് അതൊരു വശമാണ്. തകർത്ത ഇടിനാദം പോലെ അതിഭീകരമായ ശബ്ദത്തിൽ ആർപ്പിട്ടുകൊണ്ട് യെശയ്യാ 6 ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സാറാഫുകൾ ആർപ്പിടുകയാണ്. അപ്പം നമ്മൾ ഒരിക്കൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം കാതുകൊത്തി എൻ്റെ മക്കളെ ഒന്നും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ശാസിച്ച് ഒതുക്കുകയല്ല ചെയ്യുന്നത്. ഹി എൻജോയ്സ് ഇറ്റ്. ഇതൊന്നും അവൻ അരോചകമല്ല. നമ്മുടെ വലിയ ശബ്ദങ്ങളൊന്നും അവനെ ഞെട്ടിപ്പിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ. അപ്പം ഈ ദാവീദ് തന്നെ പറയുന്നത് താൻ നാഷണൽ ഹൈവേയിൽ, രാജവീഥിയിൽ, ദേശീയപാതയിൽ താൻ പഞ്ഞനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. കാരണം തൻ്റെ സന്തോഷവും എല്ലാം ദൈവത്തിലാണ്, ഭാര്യയിലല്ല, മക്കളിലല്ല, തൻ്റെ അമ്മാവിയപ്പനും അന്നത്തെ രാജാവുമായിരുന്ന ശൗലിലല്ല. ഇതിലൊന്നിലുമല്ല തൻ്റെ ആശ്രയം, ദൈവത്തിലാണ്. അതുകൊണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാനും അപ്പോൾ തന്നെ ധ്യാനിച്ചിരുന്ന് അവൻ്റെ നന്മകളെ ധ്യാനിച്ച് അവൻ്റെ വലിമയെ, മഹത്വത്തെ, മഹിമയെ ധ്യാനിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ സ്തുതിക്കാനും നമ്മൾ പഠിക്കണം. ഇതിൻ്റെ എല്ലാ ശീലിക്കുന്നത് നല്ലതാണ്. ഒരു ഭാഗത്ത് പറയുന്നത് അനന്തര സ്വർഗത്തിലൊരു മൗനം ഉണ്ടായി. സാധാരണ മൗനം ഉണ്ടാകാറില്ല. ചില സീസണുകൾ അങ്ങനെ സ്വർഗത്തിലും വരാം. ഒരു സൈലൻറ്റ് മൊമെൻറ്റ്, എ സൈലൻറ്റ് സീസൺ വരാം. അപ്പം ഇതെല്ലാം നമ്മൾ ശീലിക്കുന്നത് നല്ലതാണ്. ശാന്തമായി മാത്രമേ ആരാധിക്കാവൂ എന്ന് ശഠിക്കരുത്. ഉച്ചത്തിൽ മാത്രമേ ആരാധിക്കാവൂ, ശഠിക്കരുത്. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് തന്നെ ചില വേവുകൾ സൃഷ്ടിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ഉച്ചത്തിൽ തുള്ളിച്ചാടി സമർസോൾട്ട് മറിഞ്ഞൊക്കെ ആരാധിക്കും, ഫ്ലാഗൊക്കെ വീശി ആരാധിക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു മോഡിലോട്ട് മാറി ശാന്തമാന്തരീക്ഷ ജനത ഇന്നിങ്ങനെ കണ്ണുനീർ തൂകി കരയുന്നതും, ജനങ്ങളിങ്ങനെ താഴെ ഫ്ലോറിലൊക്കെ വീണ് കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നതും അനേക പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ എഴുന്നേൽക്കുമ്പോൾ അവർ കരഞ്ഞ് കണ്ണിൽ നിന്നും തൂകി കണ്ണുനീര് ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. നമുക്ക് വലിയ ബഹളത്തിൻ്റെ ഇടയിലും വളരെ ശാന്തമായ അന്തരീക്ഷത്തിലും ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ. ഇതെല്ലാം മെത്തേഡുകളാണ്, പ്രായോഗിക വശങ്ങളാണ്. മറ്റൊന്ന് നമ്മൾ കാണുന്നത്, വി ക്യാൻ fall prostrate before God and worship him. ദൈവം ഭാഗെ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കും. വെളിപ്പാട് പുസ്തകം 7:11 അങ്ങനെ രംഗം. അവിടെ മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ. ജോബിൻ്റെ കാര്യം, ഇയ്യോബിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒത്തിരി പേര് ദൈവം ഭാഗെ കവിണ്ണ് വീണ് കിടന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. കവിണ്ണ് വീഴുന്നതല്ല കാര്യം, കവിണ്ണ് വീണ് കിടന്ന് എഴുന്നേൽക്കുന്നത് മറ്റൊരു ലെവലിലായിരിക്കും. ദൈവം അതുപോലെ ബ്ലെസ് ചെയ്തിരിക്കും. മറ്റൊന്ന്, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 33:2, 81:2 ഇതിലൊക്കെ കാണുന്നുണ്ട്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്ന് വെച്ചാൽ എന്തെല്ലാം ഇൻസ്ട്രുമെൻസ് ഉണ്ടോ അതെല്ലാം എടുത്ത്. കൊറോണ ഇവിടെ ആ സമയത്ത് സഭകളിലേക്ക് ആർക്കും വരാൻ സാധ്യമല്ല. കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ ഞങ്ങൾ കുറേ മീഡിയയിലുള്ളവരും പിന്നെ സ്റ്റേജിലുള്ള ശുശ്രൂഷരും മാത്രമേ ഉള്ളൂ. ഹോള് മുഴുവൻ കാലിയാണ് ആ സമയത്ത്. പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്
ആം, ദൈവം മുമ്പാകെ സാഷ്ടാംഗം വീണ് കിടന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടെയും ദൈവത്തെ ആരാധിച്ചു. അതിലിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ ഗിറ്റാറുകളോ അല്ലെങ്കിൽ ഫ്ലൂട്ടോ പെർക്കഷൻ ഇൻസ്ട്രുമെൻസോ വീണയോ തമ്പുരുവോ വയലിനോ എന്തുണ്ടെങ്കിലും എടുത്തോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് മേടിച്ചോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല പാത്രങ്ങളിട്ട് അടിച്ചെങ്കിലും ആരാധിച്ചോളാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ ആരാധനയിൽ ഒരു വലിയ ഷിഫ്റ്റ് നടന്ന സമയങ്ങളാണ്. കാരണം പ്രത്യേകിച്ച് ആർക്കും തിരിച്ച് പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ ചില ചാർട്ടേഡ് വണ്ടികളിൽ വരുന്നവരും സ്വന്തം വണ്ടികളിൽ വരുന്നവരും മെട്രോ പിടിച്ച് പോകേണ്ടവർ, മറ്റ് ജില്ലകളിലേക്ക് സംസ്ഥാനങ്ങളിലേക്കും ആരാധനയ്ക്ക് ശേഷം പോകേണ്ടവരൊക്കെ കാണും. അപ്പോൾ അവരുടെ എല്ലാം ലോജിസ്റ്റിക്സ് ഒക്കെ നോക്കി ഈ പെട്ടെന്നൊക്കെ നിർത്തേണ്ട സാഹചര്യം. പക്ഷേ ആ സമയത്ത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ സ്റ്റേജിൽ വീണ് കിടക്കുകയായിരുന്നു. സാഷ്ടാംഗം വീണ് കിടന്ന് ദൈവത്തെ ആരാധിച്ചു. പക്ഷെ അവിടെയെല്ലാം അന്തരീക്ഷം മുഴുവൻ മാറി, തലങ്ങൾ തുറക്കപ്പെട്ടു, ഡയമെൻഷൻസ് ഓപ്പണായി, റെലംസ് തുറക്കപ്പെട്ടു. വെളിപ്പാട് ദിവസം 7:11 ഞാൻ നേരത്തെ പറഞ്ഞു. സാഷ്ടാംഗം വീണ് കിടന്ന് ആരാധിക്കുന്ന രംഗം. വ്യക്തിപരമായും കൂട്ടമായും ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയും. വ്യക്തിപരമായും ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കാം, കൂട്ടമായി ആരാധിക്കാം, വലിയ കൊയറായിട്ട് ആരാധിക്കാം, സ്റ്റേഡിയങ്ങളിൽ ആരാധിക്കാം, നോ പ്രോബ്ലം. പ്രായോഗിക വശങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പല പല രീതികളിൽ ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്യുക, ഐ വാണ്ട് ടു വർഷിപ്പ് ഗോഡ് ഇൻ ടോട്ടൽ സിൻസിയറിറ്റി. പരിപൂർണ ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ നിർമ്മല മനസ്സാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കും. കൈനീട്ട കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലുകളായിരിക്കുന്ന പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഈ ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായ കോംപ്ലിക്കേഷൻ അനുഭവിക്കുന്ന ചില സഹോദരിമാർ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ അവർക്കുണ്ടാകട്ടെ. ശുശ്രൂഷ തടയപ്പെട്ടു പോയ ആരൊക്കെയോ എന്നെ കാണുന്നുണ്ട്. ആരാധന തടുക്കപ്പെട്ട ആളുകൾ കാണുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ, വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, ഈ പല്ലിനോട് കണക്ട് ചെയ്തിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ എവിടെയാണെങ്കിലും ഏത് രോഗമാണെങ്കിലും സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ പല ദിവസങ്ങളായി ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണേ. ബൈ. thank you